ഹായ് മക്കളെ, ശരിക്കില്ലേ ഈ പഠിക്കുന്നതും അതേപോലെ തന്നെ ജിമ്മിൽ പോകുന്നതും ഒരേപോലെയാണ്. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, സ്റ്റഡി ടിപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ട്, ടൈം ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ കുറേ കുട്ടികൾ ഇട്ടൊരു കമൻറ്റാണ്, സാറേ ഇപ്പോൾ ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, പഠിച്ചാൽ തീരും എന്നൊക്കെ ഉള്ളത്. പക്ഷെ എനിക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല, വൺ ഷോട്ട് പഠിക്കണോ, ക്വസ്റ്റ്യൻ ചെയ്യണോ, കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. പക്ഷെ ഞാൻ ആ ജിമ്മിൻ്റെ ഇക്വലൻസ് പറയാൻ കാരണം എന്താ വെച്ചാൽ അത് വളരെ ശരിയാണ്. അതായത് ജിമ്മിൽ പോയാൽ ഉറപ്പായിട്ട് സംഭവിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഡെയിലി എന്ത് ചെയ്യുക, 5 കിലോൻ്റെ ഡംബിൾസ്, ഇത് മാത്രമുള്ള ജിമ്മ് ഡംബിൾസ് ഇങ്ങനെ ആക്കുക എന്നുള്ളത് മാത്രം എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇന്നൊരു 25 തവണയാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് മെല്ലെ എന്താണ് 30, 35, 50 ഒക്കെ ആവാൻ പറ്റും ഓവർ എ പ്രാക്ടീസ്. അതായത് സമയം കൂട്ടാൻ പറ്റും. ആൻഡ് രണ്ടാമത്തെ കേസോ, ഇപ്പം നമ്മൾ 5 കിലോ ആണ് പൊക്കിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ എന്താണ് അത് 6ഉം 8ഉം 10ഉം ഒക്കെ ആയിട്ട് നമുക്ക് ഇതിനെ കൂട്ടാനും പറ്റും. ഉറപ്പല്ലേ? ശരിയല്ല? അതിലൊരു സംശയമില്ലല്ലോ. ഇതേ കാര്യം എന്താണ് നമ്മൾ പഠിക്കുന്ന കേസിലും സത്യമാണ്. അതായത് നമ്മൾ ഇന്ന് 1 മണിക്കൂറാണ് പഠിക്കുന്നെങ്കിൽ അത് ഡെയിലി നിങ്ങൾ ഓരോ മണിക്കൂർ പഠിക്കണം. മെല്ലെ മെല്ലെ നിങ്ങൾക്ക് അത് 1.5 മണിക്കൂറും 2 മണിക്കൂറും 3 മണിക്കൂറും 5 മണിക്കൂറൊക്കെ ആവാൻ പറ്റും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ തുടങ്ങുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തത്, ഇപ്പോൾ കാര്യമായിട്ടൊന്നും നോക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വൺ ഷോട്ടൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെ മനസ്സിലാവാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ നിരാശരാകരുത്. ഇന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നും ഇങ്ങനെ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ, നമുക്ക് അതിൻ്റെ ഡെപ്ത് കൂട്ടാൻ പറ്റും. അതായത് 5 കിലോ ഡംബൽസ് ഒരാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ 6-ാമത്തെ 7-ാമത്തെ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എല്ലാം അങ്ങ് കയറിക്കൊള്ളില്ലേ, 5, 10 ആവും, 15 ആവും, 20 ഒക്കെ ആക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇന്ന് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഓവർ ദ ടൈം പീരീഡ് എന്തായിരിക്കും, അതിനേക്കാൾ വലിയ കൺസെപ്റ്റുകളൊക്കെ നന്നായിട്ട് മനസ്സിലായി. ഇപ്പം നിങ്ങളെ ക്ലാസ്സിൽ ഈ പുലികളൊക്കെ ഉണ്ടല്ലോ, അവർ പണ്ട് മുതലേ മനസ്സിലാക്കി പഠിക്കുന്നുണ്ടാണ് കാര്യം. ഈ 2 കാര്യങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. അതായത് നിങ്ങൾ ഇപ്പം മുതൽ തുടങ്ങിയാൽ, ഇപ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂറേ പഠിക്കാനാവുന്നുള്ളെങ്കിലും എക്സാം ആകുമ്പോഴത്തേക്ക് അത് 10 മണിക്കൂറിലേക്ക് എത്താൻ പറ്റും, നിങ്ങൾ എന്നും പഠിക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാതാകുമ്പോൾ നമുക്ക് എന്താണ് നിരാശരാകും, നമ്മളെന്താ എനിക്ക് ബുദ്ധിയില്ല, പഠിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിലും, എന്നാലും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം കാര്യമായിട്ട് +2 മാർക്കില്ലാത്ത കുറേ കുട്ടികൾ JEU നീറ്റൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവരെന്താ ഇങ്ങനെ പഠിച്ച് സെറ്റാക്കിയതാണ്. ഇതാണ് മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ. പിന്നെ ജിമ്മിൽ പോയാൽ നടക്കാത്ത 2 കാര്യങ്ങളും കൂടെ ഉണ്ട്. അതും നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതായത് ഒന്നാമത്തെ കേസ്, ഓക്കെ, ഇന്ന് ഞാൻ 5 കിലോ ഡംബൽസ് ഒക്കെ എടുത്ത് ഒരു 25 തവണ എടുത്ത്, നാളെ നോക്കുമ്പോൾ ഫ്രണ്ടിൻ്റെ കല്യാണം, മറ്റന്നാൾ നോക്കുമ്പോൾ ട്രിപ്പ് പോകാനുണ്ട്, അതിൻ്റെ പിറ്റേന്ന് നോക്കുമ്പോൾ ഒരു മൂഡില്ല, അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 5 കിലോ, പിന്നെ കുറച്ചും കൂടെ ഇങ്ങനെ ഓരോ കഴിഞ്ഞ് വീണ്ടും 5 കിലോ ആണ്. നമ്മൾ എന്നും എന്തായിരിക്കും ആ 5 കിലോ തന്നെ നിൽക്കുകയുള്ളൂ അല്ലേ. അത് കൂട്ടാനോ, നമ്പർ ഓഫ് റിപ്പീറ്റേഷൻ കൂട്ടാനോ, കിലോ കൂട്ടാനോ ഒന്നും എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ലല്ലോ. അതുപോലെ തന്നെ നമ്മളെ ടാർഗറ്റ് ഇപ്പം ഒരു 25 കിലോ 25 റിപ്പീറ്റേഷൻ എന്ന് കരുതിക്കോ. അപ്പോൾ നമ്മൾ ഇപ്പോഴൊന്നും ചെയ്യാതെ, ഒന്നും നോക്കാതെ ആ ഒരു മാസത്തിന് ശേഷമാണ് നമുക്കത് ചെയ്യേണ്ടെങ്കിൽ, ഒരു മാസത്തിന് 2 ദിവസം മുമ്പ്, അതായത് നിങ്ങളെ പരീക്ഷേൻ്റെ 2 ദിവസം മുമ്പ് തലകുത്തി മറിഞ്ഞാൽ നമ്മളെ കൊണ്ട് നടക്കുമോ? നടക്കില്ല. ഈ കാര്യം വളരെ കൃത്യമാണ്. അതായത് കൺസിസ്റ്റൻസിയാണ് ഇവിടെ ഏറ്റവും വലിയ കീ. നിങ്ങൾ ഇന്നൊരു മണിക്കൂർ പഠിച്ചിട്ട് നാളെ മറ്റന്നാൾ ലാബ് എക്സാം ഉണ്ട്, അല്ല അതിനുശേഷം വേറെ എന്ത് കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രോ ആവുന്ന സമയം എന്തായാലും കൂടുതലെടുക്കും. അതേപോലെ തന്നെ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്തിട്ട് വീണ്ടും നാളെ ആവാമെന്ന് കരുതുന്ന ആൾക്കാരും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതായത് ഇന്ന് നിങ്ങൾക്ക് 1 മണിക്കൂർ പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷൻ്റെ തലേന്നും കാര്യമായിട്ടൊന്നും പഠിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ പഠിച്ചിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കാം. 2 കാര്യം ഡെയിലി ചെയ്താൽ ഇമ്പ്രൂവ് ആയിക്കോളും, ടൈം ഇമ്പ്രൂവ് ആയിക്കോളും, കൂടുതൽ മനസ്സിലാവും. ഡെയിലി ചെയ്തിട്ടില്ലെങ്കിൽ ഇത് 2ഉം നടക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി എങ്ങനെ പഠിക്കുക എന്നുള്ളത്, അത് ഇവിടെ നിങ്ങളൊരു റിയാലിറ്റി മനസ്സിലാക്കണം. അതായത് ഇനി അങ്ങോട്ട് നമ്മൾ അന്നത്തെ ടൈം ടേബിളൊക്കെ പ്രകാരം ഡെയിലി എന്താണ് അപ്രോക്സിമേറ്റ്ലി ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഒരു ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾക്ക് സ്കൂളിൽ പോകാനുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ലാബ് ഉണ്ട്, വേറെ എന്തെങ്കിലും വർക്ക് ഉണ്ടാവും, ഇൻറ്റേർണൽ അസസ്മെൻറ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നൊരു സമയം എന്ന് പറയുന്നത് മാക്സിമം ഒരു 5 മണിക്കൂറാണ് ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ. 3ഒക്കെയാണ് ഒരുവിധം എല്ലാ കുട്ടിയും, 3 to 5 hours ആണ്. സോ ഒരു ദിവസം കൊണ്ടൊരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്റർ നിങ്ങൾ 3 to 5 hours നിങ്ങൾ തീർക്കണം എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ അതെങ്ങനെ പഠിക്കുക എന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള സമയമില്ല. ചില ചാപ്റ്റേഴ്സ് നമ്മൾ അങ്ങനെ പഠിക്കേണ്ടി വരും കേട്ടോ. ഫോർ എക്സാമ്പിൾ,
ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് വളരെ വലിയ ചാപ്റ്ററാണ്. ഏറ്റവും കൂടുതൽ മാർക്കിന് സ്കോർ ചെയ്യുന്നുണ്ട്, മാർക്ക് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഇൻ്റഗ്രേഷൻ പഠിച്ചത് ഇപ്പോഴത്തെ എന്താണ് ബാക്കി ചാപ്റ്റേഴ്സൊക്കെ അപ്ലിക്കേഷനും ബാക്കി ചാപ്റ്റേഴ്സൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ഇൻ്റഗ്രേഷൻ്റെ കേസിൽ പ്രിൻസ് സാറ് ക്രിസ്മസ് എക്സാമിന് മുന്നേ ഒരു ലൈവ് വെച്ചിട്ടുണ്ട്, ഒരു 6 മണിക്കൂർ 7 മണിക്കൂറുണ്ട്. അത് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റായിരിക്കും. അതേപോലെ തന്നെ ഇപ്പം ഓർഗാനിക് കെമിസ്ട്രി ഇന്ന് നമുക്ക് ഒരു മാരത്തോൺ ഉണ്ടായിരുന്നു, എനിക്കൊന്ന് 7 മണിക്കൂറുണ്ട്. ഓർഗാനിക് കെമിസ്ട്രി എല്ലാ ചാപ്റ്ററും അതിൽ തീർക്കാണ്. അത് ഓരോ 1 by 1 ഓരോ ദിവസം തീർത്താൽ എന്താണ്, നിങ്ങൾക്ക് ഒരു 10-12 മണിക്കൂർ കൊണ്ട് ഓർഗാനിക് കെമിസ്ട്രിയിൽ 5 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇൻ്റഗ്രേഷൻ നമുക്ക് 6-7 മണിക്കൂർ എടുക്കേണ്ടി വരും, അതേ സ്ഥാനത്ത് ഓർഗാനിക് കെമിസ്ട്രി ഇത്ര പഠിച്ച് സെറ്റാക്കും. അപ്പം നിങ്ങളുടെ മുന്നിൽ 1 ഷോട്ടുകൾ മാത്രമേ എന്തുള്ളൂ, ഇനി വഴിയുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള സമയമില്ല. ആൻഡ് 1 ഷോട്ട് എവിടെ നിന്ന് പഠിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ ആൻസറേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് ബിസിനസ് കൂട്ടാനാണ് നിങ്ങൾ കരുതാണെങ്കിൽ സാരമില്ല, എജ്യൂപോർട്ടിൻ്റെ ബൂസ്റ്റർ ബാച്ചാണ് ബെസ്റ്റ്. കാരണം വെച്ചാൽ ഓർഡറുള്ള സ്ട്രക്ചേർഡ് ആയിട്ട് സാധനമാണ്. നിങ്ങൾക്ക് 1 ഷോട്ട് അവിടെ ഉണ്ടാവും, അത് കുഞ്ഞു വീഡിയോ ആക്കിയിട്ട് അവിടെ എവിടെയെങ്കിലും എന്താണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആൻഡ് അങ്ങനെ നിങ്ങൾക്ക് അത് പഠിച്ചു തീർക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, PYQയുടെ കമനീയ ശേഖരമുണ്ട്, പ്രാക്ടീസ് ചെയ്യാൻ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ ആകെ ചെയ്യേണ്ട പൈസ കൊടുക്കുക, സ്പെൻഡ് ചെയ്യുക, ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നമ്മുടെ പൈസയുടെ കേസിൽ ഞാൻ വീണ്ടും പറയണം, എനിക്ക് ഇപ്പോൾ എത്ര ഫീസ് എന്ന് എനിക്ക് കിട്ടിയത് അറൗണ്ട് 3000-4000 റേഞ്ചിലായിരിക്കും അല്ലേ. അപ്പം ആ പൈസ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 30 മാർക്ക് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ, കീമിന് നല്ലൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഡിഗ്രിക്ക് നിങ്ങളുടെ നാട്ടിലെ കോളേജിന് പകരം കേരളത്തിലെ ബെസ്റ്റ് കോളേജ് പഠിക്കാനൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പം പൈസ നിങ്ങൾ ലാഭിക്കരുത്. അതേ സ്ഥാനത്ത് ഇപ്പം ചിലപ്പോൾ പാരൻസിന് ഭയങ്കര ബുദ്ധിമുട്ട്, ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബിനെ ആശ്രയിക്കുക. യൂട്യൂബിൻ്റെ കേസിൽ ഈ ക്രിസ്മസ് എക്സാമോ മുതലുള്ള വീഡിയോസേ കാണാമല്ലോ. ഇപ്പോൾ 2 വർഷം മുമ്പ് ഇപ്പോൾ എജ്യൂപോർട്ടിൽ തന്നെ ചിലപ്പോൾ എന്തുണ്ടാവും, പിന്നെ 2 lakh 3 lakh വ്യൂ ഉള്ള വീഡിയോസൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കാണരുത്. കാരണം എന്താ വെച്ചാൽ അത് പഴയ പാറ്റേണിലെ ക്വസ്റ്റ്യൻസിന് വേണ്ടി ആ ലെവലിലാണ് പഠിപ്പിക്കുന്നത്. പുതിയ ക്വസ്റ്റ്യൻസിന് ഈ ക്രിസ്മസ് എക്സാം മുതലുള്ള 1 ഷോട്ടുകൾ, അതായത് വലിയ ഇതും കാണരുത്. പിന്നെ ഇപ്പം പരീക്ഷയുടെ തലേന്ന് ചിലപ്പോൾ 10 ചാപ്റ്റർ ഞങ്ങൾ 5 മണിക്കൂർ പഠിപ്പിക്കും. അതെങ്ങനെയായിരിക്കും? അങ്ങനെ പഠിപ്പിക്കുള്ളൂ. അതേ സ്ഥാനത്ത് ഓരോ ചാപ്റ്റേഴ്സിൻ്റെ 1 ഷോട്ടുകൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കാണുക. ആൻഡ് വീഡിയോ കണ്ടു കഴിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് നിങ്ങൾ പെയ്ഡ് ആണെങ്കിലും അല്ലെങ്കിലൊക്കെ എജ്യൂപോർട്ടിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫ്രീ ആയിട്ട് നമ്മൾ ആപ്പിൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം മുമ്പൊക്കെ ഞാൻ പറയാനുള്ളത് 2020 ശേഷമുള്ള ചെയ്താൽ മതിയാണ്. ഇനി 2020 ശേഷം നിങ്ങൾ ചെയ്യരുതെന്ന 2012 മുതൽ മേലോട്ടൊക്കെ എന്ത് ചെയ്യുക. അതിൽ എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് ഉത്തരമൊന്നും കിട്ടണമെന്നൊന്നും എനിക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഇപ്പം എന്തായിരിക്കും, അപ്പം ചാപ്റ്ററിൻ്റെ പേരൊക്കെ വന്നതാണ്, മാട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻ്റ് അല്ലേ, ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എ മാട്രിക്സ്. അതായിരിക്കും ഒരു ചോദ്യം ഉണ്ടാവും അല്ലേ. അല്ലെങ്കിൽ എന്തായിരിക്കും മറ്റേ ഈ സാധനം എന്താ, പിന്നെ എക്സ്പ്രസ് ദിസ് മാറ്റർ സം ഓഫ് 2, പേരൊക്കെ മറന്നല്ലോ റബ്ബേ, സ്ക്യൂ സിമെട്രിക് ആൻഡ് സിമെട്രിക് മാട്രിക്സ്. അപ്പോൾ അങ്ങനെ തരുമ്പോൾ എന്താ, ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ നിങ്ങൾ PYQയിലൂടെ ഓടിച്ചു പോകാനും ഒരു 2 to 2.5 മണിക്കൂർ നിങ്ങൾ വീഡിയോ കാണാനും വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഉറപ്പായിട്ടും ചില ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, PYQ ചെയ്തിട്ടുണ്ടാവില്ല, ജസ്റ്റ് അത് എവിടെയെങ്കിലും മാർക്ക് ഈ ചാപ്റ്റർ എനിക്ക് മനസ്സിലായിട്ട് പിന്നെ നമുക്ക് ട്രാക്കിലായി 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ പഠിക്കുമ്പോൾ സെറ്റായിക്കോളും. അപ്പം ഇൻ ഷോർട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന് ജിമ്മിൻ്റെ എക്സാമ്പിൾ വെച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങൾ എപ്പോഴും നിങ്ങൾ ബോർഡ് എക്സാം കഴിയുന്നതുവരെ ഏത് കാലത്തോളം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്ന അന്നേരമൊക്കെ അത് ഉപകാരമുള്ളതാണ്. രണ്ടാമത്തെ കേസ്, ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എജ്യൂപോർട്ട് ബാച്ചാണ്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഞാനൊരു ഫോം നിങ്ങൾക്ക് തരാം. പിന്നെ മാത്രമല്ല, നിങ്ങൾ ക്രാഷിന് ജോയിൻ ചെയ്യണം, കീമിനോ CUTക്ക് ക്രാഷിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ക്രാഷിൻ്റെ ഫീസ് തന്നെ നിങ്ങൾക്ക് ബൂസ്റ്റർ ബാച്ച് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്യും. ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഫോം ഫില്ല് ചെയ്താൽ മതി. ബെസ്റ്റ് ഓപ്ഷൻ അതാണ്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ എജ്യൂപോർട്ടിൻ്റെ 2020 5 ക്രിസ്മസ് എക്സാമിൻ്റെ ഇടയിലുള്ള ഓരോ ചാപ്റ്ററിൻ്റെ സിംഗിൾ 1 ഷോട്ടുകൾ കാണാം. ആപ്പിൽ പോവുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക, ഓടിച്ചു വിടുക, അങ്ങനെ ഓരോ ചാപ്റ്ററായിട്ട് തീർക്കാം. ഓക്കെ, ക്ലിയർ അല്ലേടാ? ആൻഡ് 2 റെക്കമെൻഡഡ് ഉണ്ട്. പ്രിൻസ് സാറിൻ്റെ ഇൻ്റഗ്രലിൻ്റെ 6 മണിക്കൂർ വീഡിയോസും ഇന്ന് നടന്ന ഓർഗാനിക് കെമിസ്ട്രിയുടെ ലൈവും. അത് 1 ഷോട്ടാണ് സംഭവം. കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നമ്മളെടുത്ത് 7 മണിക്കൂറൊക്കെ തന്നെയല്ലേ വേണ്ടല്ലേ. അപ്പം അത് 2 കാണാം, നന്നായി പഠിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരും.